കളയണ്ട. മൻ ഖാല സുബ്ഹാനല്ലാഹി വബിഹംദിഹി ഉരിസതു ലഹു നഖ്ലതുൻ ഫിൽ ജന്ന. സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് പറഞ്ഞാൽ സ്വർഗ്ഗലോകത്ത് അല്ലാഹു ഒരു വളരെ മനോഹരമായ സ്വർഗീയ വൃക്ഷം അവർക്ക് നട്ടുകൊടുക്കുമത്രേ. എന്താ പറയേണ്ടത്? സുബ്ഹാനല്ലാഹി വബിഹംദിഹി. ഒന്ന് പറഞ്ഞു നോക്കി, സുബ്ഹാനല്ലാഹി വബിഹംദിഹി. ഇത്ര തന്നെ. ഇനി വേറുണ്ട്, സുബ്ഹാനല്ലാഹിൽ അദീം, തസ്ബീഹ് വേറുണ്ട്. ഇത്ര പറഞ്ഞാൽ തന്നെ സ്വർഗത്തിൽ സ്വർഗീയമായ വൃക്ഷങ്ങളൊക്കെ സ്വർണത്തിൻ്റെതാണത്രേ, മുത്തുകളുടേതാണത്രേ. മൻ ഖാല സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് പറഞ്ഞാൽ ഉരിസതു ലഹു നഖ്ലതുൻ ഫിൽ ജന്ന. എത്ര സുബ്ഹാനല്ലാഹി വബിഹംദിഹി ചൊല്ലാൻ പറ്റിയ ഒരു ദിവസം നമുക്ക്? ഒരു ബിസിനസ് നടത്തുന്ന ആളുടെ മുമ്പിൽ വെറുതെ ഒരാൾ വന്ന് വെറുതെ കത്തിയടിച്ച് ആ മനുഷ്യന്റെ 15 മിനിറ്റ് ഒരാൾ കവർന്നെടുത്ത് ആ സമയത്തിനുള്ളിൽ മില്യൺ കണക്കിന് ബിസിനസ് നടക്കേണ്ട സമയം ഇവൻ വെറുതെ സംസാരിച്ചിരുന്ന് സമയം നഷ്ടപ്പെടുത്തിയാൽ അവനോട് ദേഷ്യപ്പെട്ട് പറയടോ, നിന്റെ വർത്താനം കൊണ്ട് എനിക്ക് നഷ്ടമായത് ഇത്ര ബിസിനസ്സാണ്, എണീറ്റ് പോടോ ഇവിടുന്ന് പറയും മനുഷ്യന്മാർ, ഇല്ലേ? സ്വന്തം പൈസക്ക് നഷ്ടം വരുന്ന വർത്തമാനത്തിന് ആരെ നിൽക്കാറുണ്ടോ? ഇല്ല. എന്തുകൊണ്ട് അങ്ങനെയാണെങ്കിൽ സ്വർഗ്ഗലോകത്ത് കിട്ടുന്ന ഈ പരിശുദ്ധമായ വൃക്ഷം നമുക്ക് നഷ്ടപ്പെടുത്തണം? ഒരൊറ്റ ശ്വാസത്തിൽ സുബ്ഹാനല്ലാഹി വബിഹംദിഹി പറയാൻ പറ്റും. അതുകൊണ്ട് നിത്യമായ ദിക്റിലായി ജീവിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ.